ഇറാനെ അടിക്കടി ആക്രമിക്കും എന്ന് പറയുമ്പോഴും ബോംബുകൾ വാരി വിതറുമെന്ന് അമേരിക്ക പറയുമ്പോഴുമൊക്കെ അമേരിക്ക ഭയപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെ അത്ര ചെറുതായി എഴുതിത്തള്ളാൻ അമേരിക്ക തയ്യാറാകുന്നില്ല. അതിന് പ്രധാന കാരണം അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ 60-ലേറെ വ്യോമത്താവളങ്ങളുണ്ട്. അതിൽ കര, നാവിക, വ്യോമത്താവളങ്ങളുണ്ട്. ഈ താവളങ്ങളിൽ പ്രഹരമേൽപ്പിക്കുവാൻ ഇറാനും ഇറാൻ്റെ പക്കലുള്ള മിസൈലുകൾക്കും കഴിയുമെന്ന് അമേരിക്ക കണക്ക് കൂട്ടുന്നു. പ്രധാനമായി കിയ മിസൈൽ, ഹജ് കാസിം, ഖേബർ ഷെക്കൻ, ഇമാദ്, ഗദർ 110, ഘോറോ ഷഹർ തുടങ്ങിയ മിസൈലുകൾക്ക് 1-ലധികം ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ളവയാണ്. 60-ലധികം ഈ സൈനിക താവളങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ട്. അതിനെ ആക്രമിക്കാൻ ഇല്ലെങ്കിൽ അതിനെ സാരമായി പരിക്കേൽപ്പിക്കാൻ ഇല്ലെങ്കിൽ അതിനെ തകർക്കുവാനുള്ള ശേഷി ഇറാനുണ്ട് എന്ന് തന്നെ കരുതുന്നു. ഒമാൻ, സൗദി, ഇറാഖ്, ജോർദാൻ, സിറിയ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ അമേരിക്കയ്ക്ക് വ്യോമത്താവളങ്ങളുണ്ട്. ബഹ്റിനിൽ അവരുടെ 5ാം യുദ്ധക്കപ്പൽ പട തമ്പടിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം അത്ര എളുപ്പമായിരിക്കില്ല, ഇല്ലെങ്കിൽ അതൊരു വാക്ക് ഓവർ ആയിരിക്കില്ല. അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ തിരിച്ചടിക്കാതിരിക്കില്ല എന്നൊന്നും അമേരിക്ക കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ കരുതലോടെ നീങ്ങുകയാണ് അമേരിക്ക ഇപ്പോൾ ലക്ഷ്യമാക്കുന്നത്. ന്യൂസ് ഇന്ത്യ മലയാളം.